എന്റെ നാട്ടിലെ സെലിബ്രിറ്റി പയ്യന കറുമ്പന പോലെയന ഭിന്നോക്കാരന കെട്ടും പൊട്ടും തിരിയാത്ത പിള്ളാരുടെ ഫാൻസ നാട് മൊത്തം ചുമ്മാ അങ്ങ് ആകപ്പാടെ ഫേമസ് എന്റെ പൊന്ന് സാറ് എന്നെ കുണ്ണ പറയാന ചുമ്മാ കേറി കൊണ പറഞ്ഞ കുണ്ണയൊളിക്കടിയ ഈ സ്റ്റെപ്പ് നമ്മളെവിടെയോ തൊപ്പിന്റെ സ്റ്റെപ്പല്ലേ ഇത്? ഞാനെടുത്ത് പറഞ്ഞ ഞാൻ സായിപ്പിന്റെ ഫാന് ബോച്ച ഒരു ഡാൻസ് കളിച്ച തൊപ്പിയുടെ ഫാന് ഇനി അന്തപ്പം കുഞ്ഞിന്ന് ഉണ്ടപ്പനെന്ന് പറയൂ എനിക്ക് ഇറങ്ങൂടാ നിന്നെ ഞാൻ അധികം തൊടൂല മോനെ, നിന്നെ തൊട്ട നമ്മ നാളെ പോകും. കൈ തൊടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പുള്ളിക്കാരി നല്ല കിടുക്കനായിട്ട് അങ്ങ് തൊട്ടു. ഭയങ്കര സുഖമാണ്. ഇങ്ങനെ പറയാനില്ല, ഞാൻ വീഡിയോ ഡിലീറ്റ് കളിക്കില്ല എല്ലാവരും പറയാം. എൻ്റെ പൊന്നിലൈറ്റ് സോറി, ഞാൻ വീഡിയോ ഒന്ന് കാണാൻ ഒത്തി പുറത്ത്. ഈ പുള്ളിക്കാരി ഈ മോട്ടിവേഷൻ മുക്കുത്തിയുടെ ഒരു വലിയ സ്കാമിങ് പുറത്തു കൊണ്ടുവന്നു. സ്കാം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അത്യാവശ്യം ഒരു ഹോസ്പിറ്റൽ കേസ് 10,000 രൂപയ്ക്ക് ആവശ്യമുണ്ട്. നീ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എപ്പോഴും പറയുന്നത് തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക. ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ്. അപ്പോൾ കൂടുതലായി എടുപ്പിക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കയറാം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ ലൈറ്റ്സ് ഗെയിമിംഗ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഈ കുട്ടി നമ്മുടെ ഈഗിൾ നമ്മുടെ തൊപ്പിയൊക്കെ പോലെ തന്നെ ഗെയിം ലൈവ് സ്ട്രീം ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ തന്നെ വീഡിയോസൊക്കെ റിയാക്ട് ചെയ്യുന്ന ഒരാളാണ്. അവരൊക്കെ ചെയ്യുന്ന അതേ സംഭവങ്ങൾ തന്നെ പുള്ളിക്കാരിയുടേതായ സ്റ്റൈലിൽ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ പുള്ളിക്കാരി റാൻഡമായിട്ടൊരു വീഡിയോ കണ്ട് റിയാക്ട് ചെയ്യുകയുണ്ടായി. നമ്മുടെ മോട്ടിവേഷൻ മുക്കുത്തി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. നമ്മുടെ ഷസാം എടുത്തിട്ട് റിയാക്ട് ചെയ്ത് ഷസാമിനെ തിരിച്ച് റിയാക്ട് ചെയ്ത് യു ഹാവ് എ ലോട്ട് ഓഫ് ഫാൻസ് യു ഹാവ് എ ലോട്ട് ഓഫ് ഫോളോവേഴ്സ് ബട്ട് ഐ ഹാവ് ലോട്ട് ഓഫ് ഫാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് മോട്ടിവേഷൻ മുക്കുത്തില്ല, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ ഇവർ തമ്മിൽ ചകട മുജെ മാലു ചകട. ആ ചകടയുടെ ഭാഗമായിട്ട് ഈ ലൈറ്റ്സ് ഗെയിമിങ് അദ്ദേഹം നടത്തിയൊരു വലിയ സ്കാം പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പുള്ളിക്കാരി, അതായത് നമ്മുടെ ലൈറ്റ്സ് ഗെയിം പുള്ളിക്കാരി ആദ്യം ഈ മോട്ടിവേഷൻ മൂക്കുത്തിയുടെ വീഡിയോ കണ്ട് ഞെട്ടി കോരിത്തരിച്ച ഒരു വീഡിയോ കാണാം. കോരിത്തരിച്ചെന്നൊക്കെ ചുമ്മാ പറഞ്ഞു കേട്ടോ, ഞെട്ടിയ വീഡിയോ. പുള്ളിക്കാരിയുടെ എക്സ്പ്രഷൻ നോക്കിയാണ്, അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ കാര്യം മനസ്സിലാകത്തുള്ളൂ. എന്റെ നാട്ടിലെ സെലിബ്രിറ്റി പയ്യന കറുമ്പന പോലെയന ഭിന്നോക്കാരന കെട്ടും പൊട്ടും തിരിയാത്ത പിള്ളാരുടെ ഫാൻസ നാട് മൊത്തം ചുമ്മാ അങ്ങ് ആകപ്പാടെ ഫേമസ് എന്റെ പൊന്ന് സാറ് എന്നെ കുണ്ണ പറയാന ചുമ്മാ കേറി കൊണ പറഞ്ഞ കുണ്ണയൊളിക്കടിയ തായളി കിട്ടിയ കാരി എന്നെ പറഞ്ഞാൽ അത്ര തെറ്റുകാരനല്ല. 4 പേരുടെ നന്മ മാത്രം കാണുന്ന ഒരു പയ്യന എന്റെ വാക്ക് കേട്ടവരൊക്കെ നല്ല നല്ല നിലയില. ഇതിലുള്ള എന്നെ കൊണ്ട് പറയാനാ സാറേ. ഇവരാരാന്ന് പറഞ്ഞ മൂക്കുത്തിയാ? എടാ പൊണ്ടേ, ബജാജ് മൂക്കുത്തിനെ ഞാൻ ഇതിൽ കണ്ടില്ലല്ലോ. ഇവർ നമ്മളെ അണ്ണാണിന്റെ ആരെങ്കിലും ആണോടാ? എന്റെ പൊന്ന് സാറ് എന്നെ കുണ്ണ പറഞ്ഞ കുണ്ണയൊളിക്ക 101% ഷുവർ അണ്ണാനി ഫാൻ, ആവറേജ് അണ്ണാനി ഫാനടാ. അപ്പോൾ മോട്ടിവേഷൻ മുക്കുത്തിയുടെ ഒരു മോട്ടിവേഷൻ്റെ സ്റ്റൈല് അറിയാത്തവർക്ക് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഇങ്ങനെ മോട്ടിവേഷൻ നടത്തി പുള്ളിക്കാരനെ റിയാക്ട് ചെയ്യുന്ന ആളുകളെല്ലാം പുള്ളിക്കാരനെ എടുത്തിട്ട് റിയാക്ട് ചെയ്യും. ആ റിയാക്ഷനിലേക്ക് കടക്കുന്നതിന് മുമ്പേ ഈ പുള്ളിക്കാരൻ ഈ നമ്മുടെ ലൈറ്റ്സ് ഗെയിമിങ് അതിനകത്തൊരു മോശം വാക്ക് ഉപയോഗിച്ചായിട്ട് നിങ്ങൾക്ക് തോന്നിയില്ലേ? ആ കാര്യത്തെക്കുറിച്ച് പുള്ളിക്കാരി ഒരു എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. അത് കണ്ടിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം, നമ്മുടെ സ്കാമിലേക്ക് പോകാം. അതിനകത്ത് ഒരു വേർഡ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, പുണ്ട. ഓക്കെ, പുണ്ട എന്നുള്ളൊരു വാക്യം ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ വിളിച്ച തെറി അതല്ല, അങ്ങനെ വിളിച്ച വലിയ തെറിയാണ്. അത് ഞാൻ ഈ പുണ്ട എന്നുള്ളൊരു വാക്യം ഉപയോഗിച്ചു. ആൻഡ് ഇപ്പൊ നമ്മൾ വിചാരിക്കുന്നു ഇവിടെ വലിയ തെറി വിളിക്കുന്നതല്ല, ഇവർക്ക് പ്രശ്നമൊന്നുമില്ലേ, ഇവർക്ക് എന്താ വിളിക്കുന്നത്, ഓരെന്താ പ്രശ്നം വരും. ആൻഡ് പുണ്ട എന്ന് വെച്ചാൽ വലിയ എന്തോ സംഭവമാണെന്ന് നിങ്ങൾ വീട്ടിൽ ചിന്തിക്കുന്നുണ്ടാവും. പുണ്ട എന്ന് വെച്ചാൽ കഴുത എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഓക്കെ, അതാണ് ഞാൻ ചെയ്തിട്ടുള്ള ഒരു സംഭവം. ഇതിനെ റിയാക്ട് ചെയ്തുകൊണ്ട് വെരി നെക്സ്റ്റ് ഡേ പുള്ളി എനിക്കെതിരെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി. പക്ഷേ ഈ പറഞ്ഞ സംഭവത്തോട് എനിക്ക് വലിയ യോജിപ്പില്ല കേട്ടോ. ആ ഒരു വാക്കിൻ്റെ മീനിങ് അതാണെന്ന് പറയുമ്പോഴത്തേനും നമ്മുടെ നാട്ടിൽ കൂടുതലും വിളിക്കപ്പെടുന്ന ഒരു ചീത്ത എന്ന് പറയുന്നത് നമ്മുടെ മുടിയുടെ തമിഴ് പരിഭാഷയാണ് നമ്മളിവിടെ ചീത്തയാക്കി കൂടുതലും വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞ് വിളിക്കുന്ന കാര്യമില്ല. അതൊരു ബാഡ് വേർഡായിട്ട് തന്നെയാണ് നമ്മൾക്കിടയിൽ, അത് മലയാളികൾക്കിടയിൽ അത് കൺസിഡർ ആയിക്കൊണ്ടിരിക്കുന്നത്. പുള്ളിക്കാരി അത്യാവശ്യം ചീത്തയൊക്കെ വിളിക്കുന്നുണ്ട്. അതിനുള്ള എക്സ്പ്ലനേഷൻ പുള്ളിക്കാരി പറയുന്നുണ്ട്. ഞാൻ പെട്ടെന്നുണ്ടാകുന്ന റിയാക്ഷനിൽ ആൾ റിയാക്ട് ചെയ്യുന്നതാണ്, ആൾക്കുണ്ടാകുന്ന എക്സ്പീരിയൻസിൽ. അതിനും തെറ്റൊന്നും പറയുന്നില്ല. രണ്ടുപേരും ചീത്ത വിളിക്കുന്നുണ്ട്. പക്ഷേ ഈ പുള്ളിക്കാരിയുടെ ഇവിടെ ആണെങ്കിൽ മുക്കുത്തിയുടെ ഇവിടെയാണ് നിൽക്കുന്നത്. ആ ഒരു ഡിഫറൻസും ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഈ പുള്ളിക്കാരി ഈ റിയാക്ട് ചെയ്ത വീഡിയോയ്ക്ക് നമ്മുടെ മോട്ടിവേഷൻ മുക്കുത്തി തിരിച്ച് റിയാക്ട് ചെയ്തു. ആ റിയാക്ട് ചെയ്ത് നമുക്ക് കാണാം.
Guys, today I'm gonna react a video who actually reacted my video. So I'm gonna fuck that video, man. Let's go. ഞാൻ എന്റെ നാട്ടിലെ സെലിബ്രിറ്റി പയ്യന കറുമ്പന പോലെയന ഭിന്നോക്കാരന കെട്ടും പൊട്ടും തിരിയാത്ത പിള്ളാരുടെ ഫാൻസാ. പുണ്ടേന്ന് വിളിക്കാൻ ഇവളേത് കാട്ടുപുണ്ടയാ? എനിക്കത് മനസ്സിലായില്ല. എടാ ഈ സ്റ്റെപ്പ് നമ്മളെ വീഡിയോ തൊപ്പിയുടെ സ്റ്റെപ്പ് അല്ലേ ഇത്? ഞാനെടുത്ത് ഒരു പറഞ്ഞ ഞാൻ സായിപ്പിന്റെ ഫാന്. ബോച്ച ഒരു ഡാൻസ് കളിച്ച തൊപ്പിയുടെ ഫാന്. ഇനി അന്തപ്പം കുനിഞ്ഞെന്ന് കണ്ടപ്പനെന്ന് പറയുമോ? എനിക്ക് ഇറങ്ങൂത്. ഏതെങ്കിലും കുഞ്ഞാൾ റിയാക്ട് ചെയ്ത് ഞാൻ തിരിച്ചു വരാം. ഓക്കെ ബൈ ഗൈസ്. നിന്നെ ഞാൻ അധികം തൊടൂല മോനെ. നിന്നെ തൊട്ട നമ്മ നാളിപ്പോ അത്ര ചീഞ്ഞൊരു സാധനം, അത്ര ഈ തീട്ടം മാറുന്ന ഒരു സാധനം, തീട്ട കേസാണ്. അതുകൊണ്ട് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റിയാക്ഷൻ ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഞാനിപ്പോ എന്തൊക്കെ പറഞ്ഞിട്ട് നാളെ പറ്റുന്ന ഞാൻ ആദ്യം കക്കൂസ് കൈ കൊണ്ട് ആദ്യം വരും. അതുകൊണ്ട് വേണ്ട, എന്തിനാണ് തീട്ടം പറ്റിയ നമുക്ക് കഴിയാം. വളരെ സ്വാഭാവികം. അച്ഛനെ വിളിച്ചറിഞ്ഞാൽ ആരായാലും പ്രൊവോക്കാവും. ഈ കുട്ടിയും പ്രൊവോക്കായി തൊടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പുള്ളിക്കാരി നല്ല കിടുക്കനായിട്ട് അങ്ങ് തൊട്ടു. ആ തൊടുന്നതിന് മുമ്പേ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പുള്ളിക്കാരൻ ഇട്ട വീഡിയോസ്, അതായത് നമ്മുടെ മോട്ടിവേഷൻ മൂക്കുത്തി ഇട്ട ഈ ഒരു റിയാക്ഷൻ വീഡിയോ അദ്ദേഹത്തിൻ്റെ ചാനലിൽ നിന്ന് ഡിലീറ്റ് ആക്കിയ സാഹചര്യവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഈ ലൈറ്റ്സ് ഗെയിമിങ്ങിൻ്റെ ചാനലിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ പുള്ളിക്കാരൻ ഞാൻ ഡിലീറ്റ് ചെയ്തു. മാപ്പ് എന്ന് പറയുന്ന സാധനം വന്നിട്ടുണ്ട്. നമുക്ക് ആ മാപ്പും കൂടെ കണ്ടു നോക്കാം. ഞാനപ്പോ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നത് വേറൊന്നുമല്ല. ഞാൻ കുറച്ച് നാളുകൾക്ക് മുന്നേ ഒരു തീട്ടത്തിന് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പെണ്ണായിരുന്നു, അവൾ എന്റെ വീഡിയോ റിയാക്ട് ചെയ്തു, ഞാനപ്പോ തിരിച്ച് റിയാക്ട് ചെയ്തിരുന്നു. അപ്പോ അതിങ്ങനെ റീച്ചായി കുറെ ആളുകളിലേക്ക് എത്തി. അവളങ്ങനെ നാണം കെട്ട് പോയായിരുന്നു. സത്യം പറഞ്ഞ വീടിന്റെ വെളിയിൽ പോലും ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ ഞാൻ അവളെ എയറിൽ കയറ്റി വിട്ടായിരുന്നു. മനസ്സിലായോ? അതുകൊണ്ട് നീ വെറുതെ കിടന്ന് ഇങ്ങനെയാണ് ഹലോ ഗായ്സ് ഞാൻ പൂള കുത്തിപ്പൂറി എന്നൊക്കെ പറഞ്ഞു വന്നാലും ഞാൻ ഭയങ്കര സുഖമാണ്. ഞാൻ പറയാനില്ല, ഞാൻ വീഡിയോ ഡിലീറ്റ് ആക്കി കളിക്കില്ല എല്ലാവരും പറയാറ്. എൻ്റെ പൊന്നിലൈത്തെ സോറി, ഞാൻ വീഡിയോ ഒന്ന് കാണാൻ വൃത്തി പുറത്ത് ഞാൻ തെളിവിച്ചതിന് സോറി. ഞാൻ എൻ്റെ റിയാക്ട് വീഡിയോ ചെയ്തതിന് സോറി. ഞാൻ വീഡിയോ ഡിലീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഇതെന്തൊക്കെ പറഞ്ഞാലും പുള്ളിക്കാരുടെ ഒരു വിജയം തന്നെയാണ്. പുള്ളിക്കാരുടെ മോശമായിട്ട് സംസാരിച്ച ഒരു വീഡിയോ റിമൂവ് ചെയ്യിച്ചു, പുള്ളിക്കാരനെ കൊണ്ട് മാപ്പ് പറയിച്ചു. പക്ഷേ ആ വീഡിയോസിൽ കുറേ വോയിസ് നോട്ടുകളുണ്ട്, ബാക്കിയൊന്നും നമ്മൾ കേട്ടിട്ടില്ല. എന്നിരുന്നാലും ഇത് പുള്ളിക്കാരുടെ ഒരു വിജയമായി തന്നെ നമുക്ക് കൺസിഡർ ചെയ്യാം. അങ്ങനെ സാഹചര്യത്തിൽ നമ്മുടെ ഈഗോ ഹർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആരായാലും വെറുതെ വിടുപോട്ടെ, നമ്മൾ വിടില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പുള്ളിക്കാരി ഈ മോട്ടിവേഷൻ മുക്കുത്തിയുടെ ഒരു വലിയ സ്കാമിങ് പുറത്തു കൊണ്ടുവന്നു. സ്കാം എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. പുള്ളിക്കാരൻ ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം വൈറലാണ്, പോപ്പുലറാണ്. പുള്ളിക്കാരൻ വന്ന് അറിഞ്ഞ പുറഞ്ഞ് ചീത്ത വിളിക്കുന്നു. പുള്ളിയുടെ ചീത്ത വിളി കേട്ടിട്ട് കുറേ എണ്ണം പുള്ളിയുടെ പുറകെ മണ്ണാകോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കയറി ചെല്ലുന്നു. ഈ ചെല്ലുന്ന ആളുകളുടെ നിന്നെല്ലാം അവരുടെ ഒരു പൊട്ടൻഷ്യൽ മനസ്സിലാക്കി 500, 1000, 2000, 10,000, 50,000 എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പുള്ളിക്കാരൻ മേടിക്കുന്നു. മേടിച്ചതിന് ശേഷം ഞാൻ തന്ന ക്യാഷ് കടമായിട്ടാണ് മേടിക്കുന്നത്. തിരിച്ച് ചോദിക്കുമ്പോഴത്തേനും പോടാ മോട്ടിവേഷൻ വെച്ചങ്ങ് കൊടുക്കുന്നു. ഈ പുള്ളിയുടെ മോട്ടിവേഷൻ സ്റ്റൈൽ നിങ്ങൾ കണ്ടല്ലോ. ആ കുറേ മോട്ടിവേഷൻ ഉണ്ടെന്നില്ല, ഉണ്ട് വെച്ച് കൊടുക്കുന്നു. അങ്ങനെ കുറേ ആളുകൾ ഈ കുട്ടിയെ കോൺടാക്ട് ചെയ്തിട്ട് ഒരു ചാറ്റും കാര്യങ്ങളും എല്ലാം ഈ കുട്ടി പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് ഈ മോട്ടിവേഷൻ മൂക്കുത്തിയുടെ മോട്ടിവേഷനും ആ പൈസ മേടിച്ച പൈസ തിരിച്ചു ചോദിച്ചപ്പോഴത്തേനും പുള്ളി തിരിച്ച് മോട്ടിവേഷൻ കൊടുക്കുന്നതും ഒന്ന് കാണാം. ഞാൻ പോകുന്നത് വിചാരിച്ചത് വലിയ തെറ്റായി പോയി. മോട്ടിവേഷൻ മൂക്കുത്തി എനിക്ക് ആള് മാറിപ്പോയതാണ്. അത്യാവശ്യം ഒരു ഹോസ്പിറ്റൽ കേസ് എനിക്ക് 10,000 രൂപയ്ക്ക് ആവശ്യമുണ്ട്. നീ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? നാളത്തേക്ക് അറേഞ്ച് ചെയ്ത് തരാം. നീ ഒന്ന് അറേഞ്ച് ചെയ്ത് സെറ്റ് ആക്കി തരാം. അത്രയ്ക്ക് അത്യാവശ്യമാണ് മുത്തേ. എന്റെ പൊന്നടാവേ, നിന്റെ മെസ്സേജും കൊണ്ടുവന്ന് ഞാൻ കണ്ടൊന്നുമില്ല. നീ നാട്ടുകാരുടെ അടുത്ത് മൊത്തം ഞാൻ നിനക്ക് പൈസ തന്നില്ല, എന്നെ ഊമ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് നാണം കെടുത്താൻ വേണ്ടി നിൽക്കില്ല കേട്ടോ. തായലത്തരം കാണിക്കില്ല. ഞാൻ മറന്നതാണ് പറയും, ഞാനിപ്പോ തന്നെ ഇട്ടുതരാം. ഓക്കെ, നേരെ തായലത്തരം കാണിക്കില്ല കേട്ടോ. ഉള്ള കാര്യം പറയാം. സ്റ്റോറി ഇട്ട് എല്ലാവരും ഹായ് ഇടാന്ന് പറഞ്ഞു. അങ്ങനെ അവരത് കണ്ടിട്ടാണ്, കൂടുതലുള്ളവരാണ് അത് കണ്ടിട്ട് ഹായ് ഇട്ട്. അപ്പൊ അവരെങ്ങാണ്ട് 500 രൂപ ചോദിച്ചു. എന്തോ അത്യാവശ്യം ഹോസ്പിറ്റൽ കേസോ എന്തോ ആയതുകൊണ്ട് പെട്ടെന്ന് 500 ഇട്ട് കൊടുക്കാന്ന് ചോദിച്ചു. അവരാണെങ്കിൽ മന്ത്രിനകത്ത് ഇട്ട് കൊടുക്കുകയും ചെയ്തവര്. അവൻ വൈകിട്ട് തരാൻ ഞായറാഴ്ച കയറ്റി വെച്ചപ്പോൾ പറഞ്ഞത് ആളെ തരാം. അങ്ങനെ ഇപ്പൊ 3-4 ദിവസം ഇതുവരെ പൈസ കിട്ടിയില്ല. അപ്പൊ ഇന്ന് ഞങ്ങൾ ഇങ്ങനെ വിളിച്ചിട്ട് പുള്ളിക്കാരൻ അവനെ ബ്ലോക്കാക്കി എല്ലാം റിപ്പോർട്ട് അടിച്ചു വിട്ടാനെ. അപ്പൊ അവനെ അക്കൗണ്ട് ഇട്ടിട്ടില്ല. അത് പിന്നെ ഞങ്ങൾ ഒരു പറഞ്ഞാൽ ഞങ്ങൾക്കും അക്കൗണ്ട് ഒന്നും വരുന്നില്ല. അപ്പൊ ഞങ്ങൾ വേറെ ഒരു ഫോണിൽ കമന്റ് സെക്ഷനിൽ കൊണ്ടാകും. കമന്റ് സെക്ഷൻ ഓഫാക്കി ആ കമന്റ് എല്ലാം ഡിലീറ്റ് ആക്കി. പൈസ ഇപ്പം കിട്ടുന്നില്ല. അത് ഞാൻ ചോദിച്ചു. ഇവിടെ എല്ലാവരും അവന്റെ അക്കൗണ്ട് നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ആർക്കും അവന്റെ അക്കൗണ്ട് ഒന്നും കിട്ടുന്നില്ല. ഇതാണ് സംഭവം. അണ്ണന് പൈസയ്ക്ക് ആവശ്യം വരുമ്പോൾ അണ്ണൻ എല്ലാവരും എനിക്കൊരു ഹായ് ഇടുമെന്നും പറഞ്ഞുകൊണ്ടിരുന്നു. ഹായ് ഇടുന്നവരോടെല്ലാം അണ്ണൻ പൈസ ചോദിക്കും. പൈസ ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഇൻഫ്ലുവൻസർ അണ്ണൻ നമ്മളോട് പൈസ ചോദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പൈസ അയച്ചു കൊടുക്കുന്നു. പൈസ തിരിച്ചു കൊടുക്കുമ്പോഴത്തേനും
അണ്ണൻ്റെ മായല്ലോ മൂക്കുത്തി അണ്ണൻ്റെ മോട്ടിവേഷൻ കുറേ വാരിയെടുത്ത് തരുന്നു. അപ്പോൾ ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ സാധനങ്ങളെല്ലാം ഈ കുട്ടിയിട്ട സാധനം അത്യാവശ്യം നല്ല രീതിക്ക് വൈറലായി ആൾക്കാരെല്ലാം കണ്ടു. ഇത് നമ്മുടെ മോട്ടിവേഷൻ മൂക്കുത്തിയിലേക്കും എത്തി. ഇതുവരെ പറഞ്ഞ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഈ മനസ്സിലായ സംഭവം നിങ്ങൾ മനസ്സിൽ തന്നെ വെച്ചോളൂ. ഇതിന് മോട്ടിവേഷൻ മൂക്കുത്തി അദ്ദേഹത്തിൻ്റെതായ ഒരു എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ അഭിപ്രായത്തിലേക്ക് വരാം. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയുന്നത് വേറൊന്നുമില്ല. കുറച്ച് നേരമായിട്ട് ഞാൻ കുറച്ച് സ്കാമറാണ്, ഞാൻ കുറച്ച് പേരെ ഒന്ന് പൈസ തട്ടിച്ചിട്ടുണ്ട് മേടിച്ചെന്നൊക്കെ പറഞ്ഞ് ഒരു ആള് വളരെ വൾഗറായിട്ട് വീഡിയോസും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനെ ഒന്നും പറയാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ എന്റെ നിരപരാധിത്വം തെളിയിപ്പിക്കാനായിട്ട് ഞാൻ എൻ്റെ അടുത്ത് വളരെ റെയർ ആയിട്ട് കണ്ട ഒരു ഹ്യൂജ് എമൗണ്ടിന്റെ സ്ക്രീൻഷോട്ട് ഉണ്ട്. അപ്പൊ ഞാൻ അവിടെ നിന്ന് ഇങ്ങോട്ട് മേടിച്ച മാത്രമേ ഉള്ളൂ, തിരിച്ച് ഞാൻ കൊടുത്തേക്കുന്നതിന്റെ സ്ക്രീൻഷോട്ട് അതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല. അപ്പൊ സോ ഞാൻ അത് മാത്രം ആഡ് ചെയ്ത് ഞാൻ കൊടുത്ത ആളും ഞാൻ വാങ്ങിയ ആളും തിരിച്ച് കൊടുത്ത ആളുടെ ആയിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പേര് പറയാൻ താല്പര്യപ്പെടുന്നില്ല, അങ്ങനെ റീച്ച് ഉണ്ടാക്കണ്ട. ഓക്കെ, റീച്ചിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്യാൻ മടിയില്ലാത്തവരാണെന്ന് അറിയാം. അതുകൊണ്ട് പോയിന്റ് നമ്പർ 1, ബ്രോ നിങ്ങളപ്പോൾ പൈസ നിങ്ങൾ വാങ്ങിയിട്ടുണ്ടെന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ട്. മേടിച്ചിട്ടുള്ള സ്ക്രീൻഷോട്ട് മാത്രമേ ഉള്ളൂ, തിരിച്ച് കൊടുത്തതിൻ്റെ ഇല്ല. അപ്പം മേടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഈ പുള്ളിക്കാരി കൊണ്ടുവന്ന സ്ക്രീൻഷോട്ട് യാഥാർത്ഥ്യമാണ് എന്നൊരു ആശയത്തിൽ നമുക്ക് എത്താം. പോയിന്റ് നമ്പർ 2, അങ്ങനെ പുള്ളിക്കാരൻ പേര് പറഞ്ഞിട്ട് പുള്ളിക്കാരിക്ക് ഒരു റീച്ച് വേണ്ട എന്നുള്ളതാണ് പറയുന്നത്. ബ്രോ നിങ്ങൾ ആ റീച്ചിന് വേണ്ടി തന്നെയല്ലേ വിക്കി തഗ്ഗിനെയും കോൾമി ഷസാമിനെയും ഒക്കെ എടുത്തിട്ട് പഞ്ഞിക്കിടാൻ നോക്കിയത്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുമ്പോൾ അത് രത്തോ മറ്റുള്ളവർക്ക് വന്ന തക്കാളി ചട്നി. പിന്നെ റീസെന്റ് ഒരു കാര്യം കൂടെ, ഞാൻ റിയാക്ഷൻ വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് വന്നത്. ഞാൻ ഇന്നലെ ലൈവിൽ കണ്ട പിള്ളേർക്ക് അറിയാം. ഞാൻ പറഞ്ഞിരുന്നത് എനിക്ക് റിയാക്ട് ചെയ്യാൻ താല്പര്യമില്ല, എനിക്ക് അങ്ങനെ പോകേണ്ട ആവശ്യമില്ല. കാരണം ഓക്കെ, കണ്ടന്റ് വേറെയാണ്, റിയാക്ട് ചെയ്യാൻ താല്പര്യമില്ല, അതുകൊണ്ട് കണ്ടന്റുകളെല്ലാം ഈ റിയാക്ഷൻ വീഡിയോസ് എല്ലാം ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ ഫൈൻ, വെരി നൈസ്, പക്ക. പക്ഷേ എന്തുകൊണ്ടാണ് പുള്ളിക്കാരിക്ക് മാപ്പ് ആ ഇട്ട വീഡിയോ നീ ഒന്ന് ഡിലീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് വോയിസ് ഇട്ടത്? അതും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഉപകാരമായിരുന്നേനെ. പിന്നെ അതിന്റെ എന്തൊക്കെ പറയുന്നില്ല, ഞാൻ ഫുഡ് കഴിക്കാൻ പൈസ ഇല്ല, അതാണ് ഇതാണ് മറ്റാണ്, ഹോസ്പിറ്റൽ ഫീസ് ഒക്കെ ഉണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് മേടിക്കുന്നുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഉള്ളിലുള്ള ചാറ്റുകളും അല്ലെങ്കിൽ അതിന്റെ ഉള്ളിലുള്ള കോൺവെർസേഷൻസും ഞാൻ മേടിച്ചുള്ള പൈസ തിരിച്ച് റീഫണ്ട് ചെയ്തതും സ്ക്രീൻഷോട്ടൊന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പൊ എല്ലാം ഞാൻ ആഡ് ചെയ്ത് നല്ലൊരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പൊ അതിന് വേണ്ടി എല്ലാവരും കത്തിരിക്കുക. അപ്പോൾ റീച്ചൊക്കെ പയ്യെ കൂട്ട് നല്ല ഹൈപ്പിൽ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ ചെയ്യാം, എന്നിട്ട് കാര്യം ഉണ്ടാവുള്ളൂ. എല്ലാവരും ഞാൻ ചെയ്തിട്ട് വെറുതെ സമയം വേസ്റ്റ് ആക്കാൻ പറ്റില്ല. അതൊക്കെ ഉള്ളൂ. അപ്പോ എന്താണ് പയ്യെ ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും പിടിച്ച് താഴ്ത്തി കുലിക്കിടാനായിട്ട് കുറെ പേര് കാണും. ഐ ഡോണ്ട് കെയർ. ഓക്കെ, ചെയ്യുന്നൊന്നുമില്ല, തളർത്താൻ വേണ്ടി ആരും വിചാരിക്കണ്ട. നമ്മളെ പയ്യെ മോശക്കാരനാക്കാൻ വേണ്ടി മാക്സിമം ചെയ്യാൻ പറ്റുന്നത് കുഴപ്പമില്ല. എൻ്റെ ഒരു മര്യാദയ്ക്ക് ഞാൻ PM ചെന്ന് പറഞ്ഞു, കളയാൻ പറഞ്ഞു, പറ്റില്ല. ഞാൻ എൻ്റെ തെളിവ് വെച്ച് വീഡിയോസ് ചെയ്യത്തുള്ളൂ. പിന്നെ ഇനി റിയാക്ഷൻ വീഡിയോസ് പറഞ്ഞാൽ ഞാൻ ചെയ്യും. ഓക്കെ, പുള്ളിയുടെ ഒരു മര്യാദയ്ക്ക് അത് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു. അതാണ് നിങ്ങളാ കേട്ട സോറി. എൻ്റെ പൊന്ന് ലൈറ്റ്സ് ഒന്ന് ഡിലീറ്റ് ചെയ്തു, സോറിയുടെ അളിയാ എന്തോ സോറി എന്ന് പറഞ്ഞ വീഡിയോ പുള്ളിക്കാരൻ ഡിലീറ്റ് ചെയ്തു. അതുകൊണ്ട് അതിന് പകരമായി പുള്ളിക്കാരൻ ഡിലീറ്റ് ചെയ്യണമെന്നുള്ള രീതിയിൽ സംസാരിച്ചാണെന്നാണ് പറയുന്നത്. ബ്രോ ഇതിനകത്ത് എനിക്ക് നിങ്ങളുടെ മോട്ടിവേഷൻ ഇഷ്ടമല്ല. കാരണം ഫുള്ള് തെറിവിളിയാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ മോട്ടിവേഷൻ സാധനം എനിക്ക് ഇഷ്ടമല്ല. പക്ഷേ നിങ്ങൾ മോശമാണെന്നോ നിങ്ങൾക്ക് ഫാൻസ് ഇല്ലെന്നോ നിങ്ങളൊരു സംഭവം അല്ലെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ വൈറലാണ്, നിങ്ങൾ ഭയങ്കര സംഭവമാണ്. നിങ്ങൾ ഷസാമിനെ കൊണ്ടുവരെ നിങ്ങളുടെ വീഡിയോ കട്ട് ചെയ്യിച്ച് റിയാക്ട് ചെയ്യിച്ച ആളാണ്, വിക്കി തഗ്ഗിനെ കൊണ്ട് സംസാരിപ്പിച്ച ആളാണ്. അപ്പോൾ നിങ്ങൾ കിടിലമാണ്. ഇത്രയും വലിയ ആളായ എന്നെ കൊണ്ടുവരെ നിങ്ങൾ റിയാക്ട് ചെയ്യിച്ചില്ലേ? ഇനിയിപ്പോൾ നാളെ എന്നെ എടുത്തിട്ട് റിയാക്ട് ചെയ്യുമെങ്കിൽ തെറിയുടെ അളവ് ഒരു ലേശം കുറച്ചിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മറുപടി തരാം കേട്ടോ. അല്ലാതെ നമ്മളെപ്പോലെ കൊച്ചാളൊന്നും റിയാക്ട് ചെയ്യത്തില്ല, ഷസാമിനെ പോലുള്ള ആളുകൾ വേണം. എന്നിരുന്നാലും ഇതാണ് പുള്ളിക്കാരനും പുള്ളിക്കാരിയും തമ്മിലുള്ള പ്രശ്നം. ഇതിനകത്ത് നമുക്ക് പറയാൻ ഇതിനകത്ത് മെയിൻ സംഭവം എന്താണെന്ന് പറയുന്നത്, കിടുക്ക സാധനം എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റ്സ് ഗെയിമിങ്ങിൻ്റെ ഈ വീഡിയോ വന്നെന്ന് പറഞ്ഞില്ലേ യൂട്യൂബിൽ, അതിനകത്ത് കോൾമി ഷസാം കണ്ണിൽ നിന്നും വെള്ളം പാറത്തെറിച്ചുകൊണ്ട് ചിരിക്കുന്ന പടവിട്ട് സ്മൈലി ഇട്ട്. പൊതുവേ ഷസാം ഇങ്ങനെ തിരിച്ച് പറയുന്നതിനൊന്നും റിയാക്ട് ചെയ്ത് കണ്ടിട്ടില്ല. ഓമർലുലു വന്ന് പറഞ്ഞതിന് റിയാക്ട് ചെയ്തില്ല, ഈ പുള്ളി തിരിച്ചിട്ടാൻ റിയാക്ട് ചെയ്തില്ല. പക്ഷേ കോൾമി ഷസാമിന് മറ്റേ ഇവർ പറയുമല്ലോ, നസ്രിയ പറയുമല്ലോ, അടിവയറ്റി മഞ്ഞ് പൊഞ്ചിയതുപോലൊരു സുഖം. ആ സുഖമാണ് ഈ വീഡിയോ കണ്ടപ്പോൾ കിട്ടിയതെന്നാണ് എനിക്ക് തോന്നിയത്. എന്നിരുന്നാലും മിസ്റ്റർ മോട്ടിവേഷൻ മുക്കുത്തി, ഫസ്റ്റ് ഓഫ് ഓൾ താങ്കൾ ഈ സബ്സ്ക്രൈബേഴ്സിൻ്റെ നിന്ന് ക്യാഷ് വാങ്ങുന്നത് തെറ്റ്. സെക്കൻഡ് ഓഫ് ഓൾ നിങ്ങൾ വാങ്ങിയ ക്യാഷ് തിരിച്ചു വയ്ക്കുമ്പോൾ ചോദിക്കുക അങ്ങനെ പറയുന്നത് തെറ്റ്. നിങ്ങൾ കാശ് മേടിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് മോട്ടിവേഷൻ ആണെങ്കിലും ഈ മേടിച്ച പൈസ തിരിച്ചു കൊടുക്കാനുള്ളൊരു സാമാന്യ മാന്യത നിങ്ങൾ വീണ്ടും കാണിക്കും. ഈ മായാണല്ലോ മൊത്തം കയറി വരുന്നത്. മാന്യത നിങ്ങൾ കാണിക്കണമായിരുന്നു. അത് ഇപ്പോൾ ഈ പുള്ളിക്കാരിക്ക് ഇത്രയും സ്ക്രീൻഷോട്ടുകൾ ശേഖരിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരാളുടെ നിന്ന് പൈസ മേടിച്ചു കൊടുത്തു, നിങ്ങളുടെ
മോട്ടിവേഷൻ ഇഷ്ടപ്പെടാത്ത ആളുകളായിരിക്കണോ അല്ലെ ഈ പുള്ളിക്കാരിക്ക് അയച്ചു കൊടുത്തല്ല. ഈ പുള്ളിക്കാരി എല്ലാവരും പോയി സ്ക്രീൻഷോട്ട് ഉണ്ടോ താ എന്ന് ചോദിക്കത്തില്ലല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം എന്താ നടന്നിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മിസ്റ്റർ മോട്ടിവേഷൻ മൂക്കുത്തി, നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ഉയരത്തിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ്. നിങ്ങളെ വലിച്ചിടാൻ പലരും ഉണ്ടാവും, പക്ഷേ വലിച്ചിടാനുള്ളൊരു സാഹചര്യം നിങ്ങൾ കൊടുക്കാതിരിക്കുക. നിങ്ങൾ നല്ല രീതിയിൽ വളരട്ടെ, നമ്മുടെ ഈ ലൈറ്റ്സ് ഗെയിമിങ്ങും നല്ല രീതിയിൽ വളരട്ടെ. ഏതായാലും ഇതൊരു സ്കാം ആണെങ്കിൽ, ഈ മേടിച്ച പൈസ തിരിച്ചു കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ മോശമായിട്ട് പെരുമാറുന്നു, അല്ലെങ്കിൽ ഒരുപാട് പേരെ ബ്ലോക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ സത്യമാണെങ്കിൽ ലൈറ്റ്സ് നിങ്ങൾക്ക് ഹാറ്റ്സ് ഓഫ്. നിങ്ങൾ നല്ല രീതിക്കാണ് ഇത് കൊണ്ടുവന്ന് ഇല്ല, തിരിച്ച് ഞാൻ എല്ലാം കൊടുത്തിട്ടുണ്ട്, എൻ്റെ ആവശ്യത്തിന് മേടിച്ചാണ്, ഞാൻ ഒരു തരത്തിലും പ്രൊവോക്ക് ചെയ്തിലേക്ക് കൊണ്ടുവന്നൊക്കെ ഫേക്ക് ആണെന്നുണ്ടെങ്കിൽ മിസ്റ്റർ മോട്ടിവേഷൻ മുക്കുത്തി താങ്കളിത് പ്രൂവ് ചെയ്യേണ്ടതായിരിക്കുന്നു. നിങ്ങൾ പ്രൂവ് ചെയ്യുന്ന ഒരു സമയം ഉണ്ടാകുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നില്ല, ഞാൻ നിങ്ങൾ എങ്ങനെ ന്യായീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേണ്ടുമെന്ന് കുറേ തെറി വിളിക്കാനേ സാധ്യതയുള്ളൂ. ന്യായീകരിക്കുകയാണെങ്കിൽ അതും നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്ത് എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾക്ക് വേണ്ടി നമ്മളിതിവിടെ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. മോട്ടിവേഷൻ മുക്കുത്തി ഇഷ്ടമാണെങ്കിൽ രേഖപ്പെടുത്തുക, ലൈറ്റ്സ് ഗെയിമിങ്ങിനെ ഇഷ്ടമാണെങ്കിൽ അതും നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുക. നിങ്ങൾക്കിത് കേട്ടതിൽ നിന്നും ആരുടെ ഭാഗത്താണ് ശരി എന്ന് നിങ്ങൾ തോന്നുന്നത് എന്നുള്ളതും കൂടെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. മോട്ടിവേഷൻ മൂക്കുത്തിയുടെ മോട്ടിവേഷൻ ഇവിടെ വന്ന് തരരുത്, സഭ്യമായ ഭാഷയിൽ മാത്രം കമൻറ്റുകൾ തരണേ.